മകരവിളക്കുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർണ്ണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ക്രമീകരണങ്ങളടക്കം ശേഷമായിരുന്നു കൊടിയേറ്റ്. വിളക്കിനു ശേഷം നിലയ്ക്കലിൽ നിന്നും പുറത്തേക്കുള്ള വാഹനങ്ങൾ ഇലവുങ്കൽ, കണമല, പ്ലാപ്പള്ളി, ലാഹ, പെരുന്നാട്, തലശ്ശേരിക്കര എന്നിങ്ങനെ യാത്ര ചെയ്യണം. എരുമേലിയിൽ നിന്നുള്ള വാഹനങ്ങളെ റാന്നി ചെത്തോങ്കരയിൽ നിലയ്ക്കലിലേക്ക് തിരിയാൻ അനുവദിക്കില്ല. മന്ദിരംപടിയിലേക്ക് ഇവ തിരിഞ്ഞ് യാത്ര തുടരേണ്ടതാണ്. എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും ഭക്തർക്ക് വിവിധ വകുപ്പുകളുമായി ചേർന്ന് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിളക്ക് കഴിഞ്ഞാലുടൻ പമ്പയിൽ നിന്നുമുള്ള അറിയിപ്പനുസരിച്ച് വാഹനങ്ങൾ പുറത്തേക്ക് വിട്ടുതുടങ്ങും. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയെ 13 ഡിവിഷനുകളായി തിരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ മുതലുള്ള തീർത്ഥാടന പാത വിവിധ ഡിവിഷനുകളായി തിരിച്ച് ഓരോ ഡിവിഷന്റെ ചുമതലകളും വിവിധ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഈ വർഷത്തിന്റെ മകരജ്യോതി പരിപാടി സുഗമമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടത്താൻ വേണ്ടി ഏകദേശം 5000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 1800ഓളം ആൾക്കാർ സന്നിധാനത്തും 800 ആൾക്കാർ പമ്പയും 700 ആൾക്കാർ നിലയ്ക്കലും 1050ഓളം ആൾക്കാർ ഇടുക്കിയിലും 650 ആൾക്കാർ കോട്ടയത്തിലാണ് ഏകദേശം നമ്മൾ വിന്യസിച്ചിട്ടുള്ളത്. അതുകൂടാതെ നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ NDRFും പിന്നെ RAFിൻ്റെ സ്ട്രെങ്ത്തും ഇവിടെ ഉണ്ട്. ജ്യോതി ദർശനത്തിനുള്ള വിവിധ ഇടങ്ങളായ പഞ്ഞിപ്പാറ, നെല്ലിമല, ഇലവുങ്കൽ, അട്ടത്തോട്, പടിഞ്ഞാറേ കോളനി, ഹിൽ ടോപ്പ്, തലപ്പാറ, മലക്കോട്ട തുടങ്ങിയ പോയിന്റുകളിൽ സുഗമവും സുരക്ഷിതവുമായ ജ്യോതി ദർശനം ഉറപ്പാക്കി. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വിവിധ വകുപ്പുകളുമായി ചേർന്ന് ക്രമീകരണങ്ങൾ ചെയ്തതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ആങ്ങമ്പുഴയിൽ നിന്നും വാഹനങ്ങളെ പഞ്ഞിപ്പാറയിലേക്ക് അനുവദിക്കില്ല. ഓരോ കാഴ്ചയിടങ്ങളിലും പ്രതീക്ഷിക്കുന്ന ഭക്തരെ ഉൾക്കൊള്ളുന്നതിന് ഉപയുക്തമായ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ലഭ്യമാക്കി തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ തിരിച്ചുപോക്ക് സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ബ്യൂറോ, പത്തനംതിട്ട.